ഇന്ന് ഖുർആൻ പഠിച്ച ഒരാള്, ഖുർആൻ യഥാർത്ഥമായി അർത്ഥം പഠിച്ചതായ ഒരു വ്യക്തി ഈ ഖുർആൻ എന്ത് ചെയ്യുന്നറിയാം, തൊട്ട് ചാമ്പലാകും. ഒറിജിനൽ അല്ലെങ്കിൽ അവൻ തീവ്രവാദിയായി മാറും. ഈ രണ്ട് കാര്യം ചെയ്യും. അല്ലെങ്കിൽ അവൻ ഖുർആൻ കത്തിച്ച് കളയും, അല്ലവൻ ആ തീവ്രവാദിയായി മാറും. ഈ രണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നായി മാറും. അതാണ് ഈ ഖുർആന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അച്ഛൻകുഞ്ഞ് പാസ്റ്ററെ, എന്നെ പൊളിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആരോ ഒരാൾ ചാറ്റ് ബോക്സിൽ വന്നിട്ട് മെഴുകുന്നുണ്ടല്ലോ, എന്നെ ആഡ് ചെയ്യും, ഞാൻ ജാമിദായെ പൊളിച്ചു തരാമെന്ന്. പൊളിയാൻ തയ്യാറാണ്, അയാളെ ഒന്ന് ആഡ് ചെയ്യും. പിന്നെ അച്ഛൻകുഞ്ഞ് പാസ്റ്ററെ ആരാ എവിടെ പോയി? സൂപ്പർമാൻ ഉണ്ടോ? സൂപ്പർമാൻ ഉണ്ടോ താഴെ? സൂപ്പർമാൻ സ്ഥലം കാലിയാക്കിയെന്ന് തോന്നുന്നു. ഇല്ല, സ്ഥലത്തില്ല. ആരാ പൊളിയുന്നതെന്ന് കാണാമല്ലോ. ഈ ഗ്രന്ഥം കയ്യിലുള്ളിടത്തോളം കാലം നമ്മൾ പൊളിയുന്നല്ലേ, പ്രശ്നമില്ല. ഇല്ല, അതെ അതെ അതെ. സൂപ്പർമാൻ ഉണ്ടോ? ആരുടെയും ചർച്ച എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? എംആർ ഉണ്ട്. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേലോട്ട് വരാം. ജാമിദ ടീച്ചറോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേലോട്ട് വരാവുന്നതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നേരിട്ട് പോയിന്റ് ശേഷം അങ്ങ് റെഡി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും താല്പര്യമുണ്ടോ? ഇല്ല, ആർക്കും വരാൻ താല്പര്യമില്ല. ജാമിദ ടീച്ചറോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉള്ള വിശ്വാസം കൂടെ പോകുന്നവർക്കറിയാം. ഉണ്ടോ? സത്യത്തില് ഈ ഇസ്ലാം എന്ന മതമുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഭീഷണിയായിരിക്കുന്നത് മുസ്ലിങ്ങൾക്കാണ്. കാരണം ഇനിയും മുസ്ലിം നാമധാരികളായിട്ടുള്ള യുവാക്കൾക്ക് എയർപോർട്ടുകളിലൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, വളരെ വലുതായിരിക്കും. ഫോറിൻ കൺട്രീസിലൊക്കെ പോകണമെങ്കിൽ മുസ്ലിമാണ് എന്ന് അറിയുമ്പോൾ തന്നെ അവന്റെ മലദ്വാരം ആദ്യം ഒന്ന് പരിശോധിക്കേണ്ടി വരും. കാരണം അത്രമാത്രം പ്രശ്നക്കാരാണ് ഇവര്. ഇനിയിപ്പൊ പെണ്ണുങ്ങളാണ് അപ്പിക്കുപ്പായം ഇട്ടോണ്ട് എന്തെങ്കിലും അവരുടെ നോട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയാൽ അപ്പ കൊണ്ടുപോയി എക്സ്റേ എടുക്കും, ECGയും സ്കാനും എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും. ലോകത്തിലെ 600 കോടി വരുന്ന അമുസ്ലിങ്ങളെയും ഒന്നുകിൽ കൊല്ലണം, അല്ലെങ്കിൽ ഈ മതത്തിലേക്ക് മാറ്റണം, ഇസ്ലാമിലേക്ക് മാറ്റണം. അങ്ങനെ ലോകം മുഴുവനും ഇസ്ലാമിന്റെ പതാക ഇങ്ങനെ പാറിക്കളിക്കണം, അള്ളാഹുവിന്റെ മതമാക്കി മാറ്റണം എന്ന് എല്ലാത്തിനും കഴിവുള്ള ഒരു പിഴച്ചോന്റെ ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം. അതോ ലോകത്തിലെല്ലാത്തിനും കഴിവുള്ളവനാണ് പടച്ചോൻ. എന്തു വിചാരിച്ചാലും കുന്നെന്ന് പറഞ്ഞാൽ മതി, അപ്പോ തന്നെ അതുണ്ടാകും. എന്നാൽ ഈ യുദ്ധം ചെയ്യണമെന്നും കൊള്ള ചെയ്യണമെന്നും കൊല ചെയ്യണം, കൊള്ളയടിക്കണം, ബലാത്സംഗം ചെയ്യണമെന്നൊക്കെ എഴുതി വെച്ച പുസ്തകം തന്നെ ഇന്ന് സംരക്ഷിക്കാൻ പറ്റാത്ത ഗതികെട്ട ഒരു പിഴച്ചോനെയാണ് നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങളിൽ വരെ കാണാൻ കഴിയുന്നത്. കാരണം ഈ ഗ്രന്ഥമാണ് ഇതിനെല്ലാം കാരണമെന്ന് മനസ്സിലാക്കി കൂട്ടിയിട്ടവർ കത്തിച്ചുകൊണ്ടിരിക്കുക. ഈ പടച്ചോൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ ലോകം മുഴുവനും ഇസ്ലാം മതമയമാക്കി മാറ്റാൻ പടച്ചോന് സാധിക്കില്ലേ? എന്നിട്ടും ഈ പടച്ചോൻ എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സകല ലോക രക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിനാകുന്നു എന്ന് നിങ്ങൾ അങ്ങ് ആര് പണഞ്ഞു? പടച്ചോൻ പണഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നെഞ്ചിലിടിച്ച് കരഞ്ഞ് നിങ്ങൾ എന്നോട് ചോദിക്ക്, ഞാൻ നിങ്ങൾക്ക് തരാം. എന്നാലും സന്മാർഗം മാത്രം കൊടുക്കത്തില്ല. കാരണം പടച്ചോൻ കൊടുത്ത സന്മാർഗത്തിൽപ്പെട്ടതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ സഫിയ. ഇപ്പൊ ആരോ പറഞ്ഞപ്പോ സഫിയ കിനാന സഫിയയുടെ മകളാണ് എന്ന് പറഞ്ഞു. അല്ല, കിനാന ഭർത്താവാണ്. അപ്പോ ഈ സഫിയയുടെ വിഷയവും ആയിഷയുടെ വിഷയവും ഖദീജയുടെ വിഷയവും ഒക്കെ എടുത്താൽ തന്നെ പടച്ചവന്റെ കഴിവുകേടും പ്രവാചകന്റെ സ്ത്രീലമ്പടത്വവും അതിനകത്ത് നിറഞ്ഞു നിപ്പുണ്ട്. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിനും യോജിക്കാത്ത, മാനവികതയുടെ ഒരു കണിക പോലുമില്ലാത്ത, ഈ മാനവരിൽ മനോഹരൻ എന്ന് പറയുന്ന
മാനവരിൽ മഹാമ്ലേച്ഛന്റെ ലീലകൾ പുറത്തു പറയാൻ സാധിക്കാതെ ജനങ്ങൾ ഇത് കൂട്ടിയിട്ട് കത്തിക്കും, ഒരു സംശയവുമില്ല. ഇത് ഉസ്മാൻ കത്തിച്ചതും ഉമർ കത്തിച്ചതും അബൂബക്കർ കത്തിച്ചതിന്റെയും ആട് തിന്നുപോയതിന്റെയും ഒക്കെ ബാക്കിയാണെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഈ ഐറ്റങ്ങളോടൊക്കെ ഇനി ആര് പറഞ്ഞു കൊടുക്കാനാ? ഇവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല, ഇവർക്കത് മനസ്സിലാകത്തില്ല എന്ന് ഇവർ നടിക്കുക. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലുമുണ്ട് ഒരുപാട് ആൾക്കാർ, ഇവരൊക്കെ ഖുർആൻ പഠിച്ചവരാണ്. ഇവർക്ക് ഏതെങ്കിലും ഒരു ഖുർആൻ വചനത്തിന്റെ കൃത്യമായിട്ടുള്ള എക്സാക്ട് അർത്ഥം ഇട്ട് കൊടുത്താൽ ഇവർ പറയുന്നത് അത് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസം പോകും, അതുകൊണ്ട് ഞങ്ങളത് കേൾക്കത്തില്ല എന്ന്. അപ്പൊ ഇതിനകത്ത് ഈ സാധനം ഉണ്ട്. അപ്പൊ നമ്മുടെ അലി പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ നജീബ് മൗലവി പറയുവാണ്, 200 ചില്ലാനം വചനങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല, അമുസ്ലിങ്ങളെ കൊല്ലണമെന്ന് പറയുന്ന വചനങ്ങൾ ഖുർആനിൽ ഉണ്ട് എന്ന് പറഞ്ഞ് നാളെ സുപ്രീം കോടതിയിൽ ഖുർആൻ കണ്ടുകെട്ടണം എന്ന ഒരു നിർദ്ദേശം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാ ചോദിക്കുന്നത്. അത്രയും ഇവര് ഭയന്നു തുടങ്ങിയില്ലേ? കാരണം സുപ്രീം കോടതിയിൽ അത്തരം ഒരു നിയമം വരും, അങ്ങനെ ഒരു ഓർഡർ വരും. അതിന് കേരളത്തിന്റെ മതേതരന്മാർ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രം മതി. ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള, മതേതരത്വത്തിന് വിരുദ്ധമായിട്ടുള്ള, ദേശീയതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള, സാഹോദര്യത്തിനും സഹവർത്തിത്വത്തിനും വിരുദ്ധമായിട്ടുള്ള അനേകം ഖുർആൻ വചനങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഉണ്ട്. ഇതിവരെ പിൻപറ്റുന്നത് കൊണ്ടാണ് ഐസിസ് ഉണ്ടാകുന്നത്, ലഷ്കർ ഇ തൊയ്ബ ഉണ്ടാകുന്നത്, അൽ ഖ്വയ്ദ ഉണ്ടാകുന്നത്, NDF-ഉം PDP-യും പോപ്പുലർ ഫ്രണ്ടും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് എന്ന് കോടതിയെ ധരിപ്പിക്കത്തക്ക രൂപത്തിൽ ജീവിതവും മരണവും മനുഷ്യൻ എന്തായിരുന്നാലും ഉണ്ടാകും. എന്തായിരുന്നാലും ഒരിക്കൽ നമ്മൾ മരിക്കും. പക്ഷേ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണം എന്ന് മനസ്സിലാക്കി ഒരാളൊന്ന് ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ, നജീബ് മൗലവി ഭയന്നത് ഇവിടെ സംഭവിക്കും. നമ്മുടെ അലിയാർ കാസിമി പബ്ലിക്കായിട്ട് വന്ന് പറയുന്നുണ്ട്, 10,000-കണക്കിന് മുസ്ലിം യുവത മതം വിട്ടത് അവർക്കറിയാമെന്ന്. 10,000-കണക്കിനല്ല ഉസ്താദെ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഇസ്ലാം വലിച്ചെറിയുന്നത് എനിക്കറിയാം. കാരണം ഞങ്ങളെ പോലെയുള്ള ആളുകളോടാണ് ഇവർ സംശയവുമായിട്ട് കയറി വരുന്നത്. ഒരുപക്ഷെ നമ്മുടെ ലൈവുകളിൽ, നമ്മുടെ വീഡിയോകളുടെ ഒന്നും കമന്റ് ബോക്സിൽ അവർ വരില്ല, ഐഡന്റിഫൈ ചെയ്യുമെന്ന ഭയമാണ്. അവരിലുള്ള ഈ മതം വിടാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മ എന്റെ മെയിലിൽ വന്ന് നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കാണിക്കണം, ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, ഉസ്താദുമാര് ഞങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് തരുന്നില്ല എന്ന് പറഞ്ഞ അന്ന് മുതൽ ഞാൻ അവർക്ക് വിളിക്കാനും അവർക്ക് ചാറ്റ് ചെയ്യാനും പറ്റിയ രൂപത്തിൽ ഒരു നമ്പർ ഇട്ടപ്പോൾ ഇരട്ട വെളുക്ക വിളിക്കുന്നതെല്ലാം ആരാ? നാളത്തെ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളാകുന്ന കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും. ഈ മുറിയന്മാരുടെ വലയിൽ അകപ്പെട്ടിരിക്കുന്ന അമുസ്ലിം കുട്ടികൾ, പീഡിതരായിട്ടുള്ള കുട്ടികൾ, അവരുടെ ഒരുപാട് വിഷ്വൽസ്, ന്യൂഡ് ചിത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മുറിയന്മാരായിട്ടുള്ള കോഴിക്കടക്കാരുടെ ലീലാവിലാസങ്ങൾ ഈ കുട്ടികൾ തുറന്നു പറയുമ്പോൾ അവർക്കൊരാശ്വാസമായി വർത്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? മുസ്ലിം ജനത എന്താണ് എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ യുവത തയ്യാറായി വരുന്നു. ഇപ്പൊ നമ്മുടെ റഹ്മത്തുള്ള കാസ്മി മുത്തടം പറയുന്നുണ്ട്, 2030-2040 കേരളത്തിന്റെ മലബാർ ഭാഗത്ത് നിന്ന് പകുതി ആളുകൾ ഇസ്ലാം ഉപേക്ഷിക്കുമെന്ന്. കാരണം എന്താ? ചിന്തിക്കുന്ന തലമുറയ്ക്ക്, വിദ്യാസമ്പന്നരായ വിവേകമതികളായിട്ടുള്ള ആളുകൾക്ക് ചിന്തിക്കാനോ അവർക്ക് പിടിച്ചു നിൽക്കാനോ പറ്റിയ യാതൊന്നും നമ്മുടെ ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ട് അവർ ഈ മതം ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്നാണ് പണ്ഡിതന്മാര് പോലും ഭയക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇപ്പൊ ജാമിദ ടീച്ചറെ ഈ അടുത്ത കാലം വരെ 90% പെൺകുട്ടികളും ജോലിക്ക് പോകത്തില്ലായിരുന്നു ഇസ്ലാമിൽ. കാരണം ഭർത്താവ് മാത്രം ജോലിക്ക് പോവുക, ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ പെറ്റ് കൂട്ടുക, ജോലിക്ക് പോകാതെ. എന്നാൽ ഹൈന്ദവ ക്രൈസ്തവരില് 75% ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒരു വീട്ടില്. അപ്പൊ അവർ ഐക്യത്തോടെ ഭാര്യയും പോകും, ഭർത്താവും, ഹൈന്ദവരിലും ക്രൈസ്തവരിലും തന്നെ. എന്നാൽ ഇന്ന് കൂടുതലായിട്ട് ഇസ്ലാമിലെ സ്ത്രീകൾ പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. കാരണം അവർ ജോലിക്ക് പോകണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇന്നത്തെ കുട്ടികളൊക്കെ കൂടുതലായിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു ജമീല ടീച്ചർ? മുസ്ലിം പുരോഹിതന്മാര് തന്നെ പബ്ലിക്കിൽ വന്ന് കരയുവാണ്.
എത്രയോ കിലോ മിച്ചറും ചിപ്സും വീടുകളിൽ തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട് വാപ്പമാര് വന്ന് പറയാണ്, പയ്യന്മാര് വന്ന് കണ്ടുപോകുന്നു, പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. അവർക്ക് പഠിക്കണം, അവർക്ക് ഫിനാൻഷ്യലി അവർക്ക് സെക്യൂർ ആകണം, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണം, അവർക്ക് സ്വയം പര്യാപ്തത വേണം. കാരണം പുരുഷന്റെ ചെലവിൽ അലിയാർ കാസിമി ഒരു തരം പുച്ഛത്തോടുകൂടി കളിയാക്കിക്കൊണ്ട് പറയാണ്, പുരുഷന്റെ ചെലവിൽ അവർക്ക് ജീവിക്കണ്ട പോലും. അതേ, വ്യക്തിത്വം രൂപപ്പെടുന്ന കുട്ടികൾ എല്ലാ കാലത്തും സ്വന്തം കാലിൽ നിൽക്കാനേ ആഗ്രഹിക്കൂ. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളുമാണുള്ളത്. അവര് പാചകത്തിലായിരുന്നാലും, പാട്ടിലായിരുന്നാലും, ആട്ടത്തിലായിരുന്നാലും, അതുപോലെ വ്ലോഗുകൾ ചെയ്യുന്നതിലായിരുന്നാലും അവർ സ്വന്തമായി പണിയെടുത്ത് പണമുണ്ടാക്കി സ്വയം പര്യാപ്തത നേടുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വിവാദമായിട്ടൊരു പ്രസ്താവന ഒരു ഉസ്താദ് നടത്തിയിരുന്നു. ഭർത്താവ് മരിച്ചൊരു വല്ലുമ്മ വീടിന്റെ മൂലയ്ക്ക് പോയിരുന്ന് ദിക്റും സ്വലാത്തും ചൊല്ലേണ്ടതിന് പകരം മണാലിയിൽ പോയി മഞ്ഞുവാരുന്നു എന്ന്. ആ സ്ത്രീയും ആ സ്ത്രീയുടെ കുടുംബവും ഇസ്ലാം സ്വീകരിക്കുമോ? അതുപോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം ഉപേക്ഷിക്കും ഇസ്ലാം ഇങ്ങനെയാണെങ്കിൽ. കാരണം അവർക്ക് 3 പെൺകുട്ടികൾ, മൂന്നാമത്തെ കുട്ടി ജനിച്ച ഏതാനും ദിവസം മാത്രം പ്രായമായപ്പോൾ ഭർത്താവ് മരണപ്പെടുന്നു. അവർക്ക് ജീവിക്കാൻ മാർഗമില്ല. ഒരുപാട് കൂലിത്തൊഴിലുകൾ ചെയ്ത് ആ സ്ത്രീ 3 മക്കളെയും വളർത്തി പഠിപ്പിച്ച് സുരക്ഷിതമായ ഓരോ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾക്ക് തോന്നുന്നു, നമുക്ക് വേണ്ടി ഹോമിക്കപ്പെട്ട നമ്മുടെ ഉമ്മയുടെ ജീവിതം അവർക്ക് ഈ ലോകം ഒന്ന് അറിയണം, കാണണം, കുറെ ആളുകളെ കാണട്ടെ, അവർ നാട് കാണട്ടെ. അങ്ങനെ ഈ 3 പെൺകുട്ടികളും കൂടി ചിന്തിച്ച് ഒരു പണം ചെലവഴിച്ച് ഉമ്മയെ കാശ്മീരിലേക്ക് കൊണ്ടുപോകുന്നു. മഞ്ഞുണ്ട് അവിടെ. അതൊക്കെ കണ്ട ഒരു സന്തോഷത്തിൽ ഒരു റീൽസ് എടുക്കുന്നു മകൾ. അപ്പൊ ഉമ്മ പറയുന്നു, ഖദീജ, ജമീല, റുക്കിയ, ഫാത്തിമ, എന്റെ മോളെ, നിങ്ങൾ കാണുന്ന അതൊന്നുമല്ല മോളെ ലോകം, ഇതിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട് മോളെ, വായോ നിങ്ങളും, സന്തോഷിക്കും നിങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിന് പിടിച്ചില്ല. ആരും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത മതവും മത നേതാവും ആ മതം ആകാശത്ത് നിന്ന് നൂലുവഴിക്ക് ഇറങ്ങി തന്ന പിഴച്ചോനും ഇതെല്ലാം കണക്കാ. ചുരുക്കത്തില് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഈ മതം ആവശ്യമില്ല. കാരണം സ്വർഗത്തിലെ ഈ ഹൂറികളും വിശപ്പുള്ള യോനിയുമായിട്ട് 72 ഹൂറി പെണ്ണുങ്ങൾ കാത്തിരിക്കുന്നു. വളയാത്ത ലിംഗവുമായിട്ട് ഒരുത്തൻ അങ്ങോട്ട് കയറി ചെന്നാ മതിയാകും. അത് കഴിഞ്ഞിട്ടോ സ്വർഗത്തിൽ 2 നേരം ഭക്ഷണം, ഇഷ്ടമുള്ള ഫുഡ് എന്തുവാ, ഫ്രൂട്ട്സ്, ഇതൊക്കെ തിന്നാൻ എവിടെയാ നേരം? ഒരിക്കലൊരു ലൈംഗിക ബന്ധം തുടങ്ങിക്കഴിഞ്ഞാൽ 1 വർഷമാണ് ആ ലൈംഗിക ബന്ധത്തിന്റെ കാലാവധി എന്നാ പറയുന്നത്. ഇതൊന്നും തലച്ചോറുള്ള ജനത അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ മതം ഇനി ഒരിക്കലും ഒരു 10 വർഷത്തിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം മാറ്റങ്ങളായിരിക്കും ഇനിയും ഈ യുവതയിൽ സംഭവിക്കാൻ പോകുന്നത്. അവരതുകൊണ്ട് ആദ്യം ചെയ്യുന്നത് അവരാ വേഷവിധാനങ്ങളിൽ മാറ്റമുണ്ടാക്കും. ഇത് ഞാൻ എത്രയോ വർഷം മുമ്പ് പറഞ്ഞതാ. ഇന്നത്തെ കുട്ടികൾക്ക് മുഹമ്മദും അഹമ്മദും ബീവിയും ഒക്കെ ആരാ പേരിടുന്നത്? കാരണം എന്റെ പേരുകൊണ്ട് പോലും എന്റെ മതം എന്താണ് എന്ന് ആളുകൾ തിരിച്ചറിയരുത് എന്നാഗ്രഹിക്കുന്ന തലമുറയാണ് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് അവർ തന്നെ ഇടുന്ന പേരെന്താണ്? അലൻ, സന, ഫിന. കാരണം അവരുടെ പേര് കൊണ്ട് മനസ്സിലാകരുത് അവരുടെ മതം. രണ്ടാമതായിട്ട് അവർ വലിച്ചെറിയുന്നത് അവരുടെ വസ്ത്രധാരണ രീതിയായിരിക്കും. അതെ, ഇന്ന് അപ്പിക്കുപ്പായത്തിനകത്ത് കയറുന്ന പെൺകുട്ടികളെക്കാൾ അത് വലിച്ചെറിയുന്ന പെൺകുട്ടികളാണ്. ഇന്ന് എന്നോട് സംസാരിച്ച തിരുവനന്തപുരത്തുള്ള ഒരു സഹോദരി പറയാ പേര് ഷീജ. ഇപ്പൊ പറഞ്ഞു, ഷീജ എന്നുള്ളൊരു പേര് എങ്ങനെയാ മുസ്ലിം? എനിക്കത് എന്റെ മാതാപിതാക്കൾക്ക് ഒരു മുസ്ലിം പേരിടുന്ന ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അന്ന് അവര് ഷീജ എന്ന് പേരിട്ടു. ടീച്ചർ പറഞ്ഞത് പല മാതാപിതാക്കളും തന്റെ കുട്ടികൾക്ക് മുഹമ്മദ് എന്നോ അലി എന്നോ അല്ലെങ്കിൽ അബൂബക്കർ എന്നോ ഉമ്മർ എന്നോ എന്നുള്ള പേരിടാനായിട്ട് താല്പര്യമില്ലാത്തവരെ പലരും അവർ തിരിച്ചറിയാതിരിക്കാൻ ആ പല പേരും പറയാം. പല പേരും എനിക്കറിയാം. തിരിച്ചു ചോദിക്കുക, എന്താ നിങ്ങളെ പേര് മുസ്ലിം പേര്